അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനുമാണ്. ഇന്ന് ഞാനുള്ളത് എൻ്റെ ഉമ്മാൻ്റെ വക നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ സ്ഥലത്തുള്ളത് ഒരു പാവപ്പെട്ട കുടുംബമെന്ന് 2025 ഉമ്മാൻ്റെ വക 3ാമത്തെ വീടാണ് ഈ നിർമ്മാണം നടത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീട് പണിമ്പാടെ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും 4 വീട് ഉമ്മാൻ്റെ വക ഞങ്ങൾ മക്കൾ നിർമ്മിച്ചു കൊടുക്കണം. ഞങ്ങളൊരു കാലത്ത് വീട് ചോർന്നൊലിച്ച അവസ്ഥ ഞങ്ങൾക്കൊക്കെ അനുഭവമുണ്ട്. അത്രയും സങ്കടത്തിലായിരുന്നു. കടം വന്ന് വീട് വിൽക്കേണ്ടി വന്നു. 10 മക്കളും പാപ്പിമ്മി എങ്ങോട്ട് പോകുന്നൊരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതാണ്. ഇപ്പോൾ പടച്ചവൻ സമ്പാദ്യം തന്ന് ഉപ്പ ജീവിച്ചിരിക്കുമ്പോൾ ഉപ്പാനെ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം പരലോക ജീവിതത്തേക്ക് പോയി. ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം, കുടുംബങ്ങളെ സഹായിക്കണം. ഇത് മാത്രമാണ് ഉമ്മക്ക് പറയാനുള്ളത്. ഞങ്ങൾ മക്കൾ അള്ളാഹ് തന്ന സമ്പാദ്യം അത് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ബിസിനസ്സിലോ ഞങ്ങൾ മറ്റുള്ള ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. പടച്ചവൻ കനിഞ്ഞ് തരുന്നുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ കൊടുക്കുന്നതിൽ ജാതിയോ മതമോ രാഷ്ട്രീയം ഞങ്ങൾ നോക്കില്ല. പാവപ്പെട്ട മനുഷ്യരാണോ അവർ. ഇപ്പം ഇതിൽ 3 ബെഡ്റൂമാണുള്ളത്. ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വാടകക്കാരൻ വന്ന് വാടക ചോദിച്ചുമ്പോൾ വാടക കൊടുക്കാനില്ല, ആരും മുന്നിലും കയ്യാട്ടം വയ്യ, അങ്ങനത്തെ പല നിലക്കും ബുദ്ധിമുട്ട്. രോഗികളായ ആൾക്കാർ ഡയലിസിസ് ചെയ്യാൻ വയ്യ, ക്യാൻസർ കീമോ ചെയ്യാൻ വയ്യ, മരുന്നില്ല. ഇങ്ങനെ സങ്കടങ്ങൾ മാത്രമുള്ള അവസ്ഥ വരുമ്പോൾ നമുക്ക് അവരൊന്ന് ചേർത്ത് പിടിച്ചാൽ, കാരണം നമ്മൾ പറയുന്ന എൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ സമ്പത്തിൻ്റെ മുതൽ, നമുക്കെവിടെ എൻ്റെ സമ്പത്തെന്ന് പരാതിക്കാരൻ ഇവിടുന്ന് ആരെങ്കിലും പോകുമ്പോൾ കൊണ്ടുപോയോ. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ 6 അടി മണ്ണാണ് നമുക്കുള്ളത്. ആ വീടിൻ്റെ വലിപ്പം നമ്മൾക്ക് ഓരോരുത്തരെ കൊണ്ടാക്കുമ്പോൾ പോയി കാണുന്നുണ്ട്. ആ വലിപ്പം എത്രയെന്നുള്ളത് അതിന് മനസ്സമാനത്തോടെ എടുക്കാമെന്ന്. ജീവിച്ചിരിക്കുമ്പോൾ ദുനിയാവിൽ ഏറ്റവും സുഖം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന കാര്യം നമ്മളെ മുന്നിൽ സങ്കടം പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് തേടിപ്പോയി സങ്കടം കണ്ട് അവരെ സഹായിക്കുമ്പോൾ, അത് തന്നെയാണ് നമ്മൾ ദുനിയാവിലെ ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന കാര്യം. മറ്റൊന്നിനും കിട്ടാത്ത സുഖം നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ കിട്ടും. അതൊരു ലഹരിയാണ്. നമ്മൾ ഓരോ രക്ഷിതാക്കളും നമ്മളെ മക്കളോട് പറയണം, മക്കളെ സമ്പാദിച്ച് കൂട്ടിയാൽ പോരാ, അത് അള്ളാൻ്റെ മുതല തൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരു ഓഹരിയിലെ കുട്ടികൾ പാവങ്ങളെ സഹായിക്കണം. അത് മക്കളെ കടമയാണ്, നമ്മളെ മനുഷ്യൻ്റെ കടമയാണ്. അത് നിർബന്ധം മക്കളെ എന്നുള്ള ആ നിർദ്ദേശം കൊടുത്താൽ വയസ്സാകുമ്പോൾ അവർ നമ്മളെ നോക്കും. നമ്മുടെ കുടുംബത്തിൽ സ്വത്തിനും മുതലിനും വേണ്ടി തല്ലൂടില്ല, കേസ് വിടില്ല, പരസ്പരം ഏറ്റുമുട്ടില്ല. കഴിയുന്ന മാതിരി കുടുംബത്തിൽ കഷ്ടപ്പെടുന്നവരോട് സഹായിക്കും, നാട്ടിലുള്ളവരെ സഹായിക്കും. നല്ല മക്കളെ കിട്ടലാണ് ഓരോ രക്ഷിതാക്കളും ഭാഗ്യം. അല്ലാതെ ദുനിയാവെന്ന് വാരിക്കൂട്ടി നല്ലപോലെ ഭക്ഷണം പോലും കഴിക്കാതെ ഉണ്ടാക്കി കൂട്ടിയിട്ട് നമുക്ക് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. ആ മുതൽ മക്കൾക്ക് തമ്മിൽ തല്ലാനുള്ളതായിരിക്കും. പടച്ചവൻ കാക്കട്ടെ. ഞങ്ങൾ ഉമ്മാക്ക് വേണ്ടി വായിച്ചാണ്. ഞങ്ങൾ മരിച്ചു പോയ ഉപ്പാക്കൊക്കെ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഒക്കെ പ്രതിഫലം ഞങ്ങൾ ഉപ്പാക്ക് കിട്ടട്ടെ. കാരണം ഉപ്പ പോകുമ്പോൾ അത്രയും ചെയ്തു കൂട്ടിയ ഒരുപാട് പാവങ്ങളെ സഹായിച്ചു പോയ ഒരു മനുഷ്യനെയാണ് ഞങ്ങളപ്പ. തന്നെ 10 മക്കളും ആ പുണ്യപ്രവൃത്തിയിലാണ്. ഒരാളും ഞങ്ങൾക്കൊരു കുറവില്ല. ഞങ്ങൾക്ക് എല്ലാം കൊണ്ടും സുന്ദരമായ സ്വർഗീയ ജീവിതം അല്ലാഹ് ഇവിടുന്ന് ഇഷ്ടം പോലെ സൗഭാഗ്യത്തോടെ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സമാനത്തോടെ കിടന്നുറങ്ങാൻ, സുഖമായിട്ട് ജീവിക്കുക. നമ്മൾ പോകുന്നിടത്തൊക്കെ നല്ല മനസ്സിൽ പോലെ കാണുന്നു. എല്ലാവരും കൂടി പല സഹായങ്ങളും കൂടുതൽ ചെയ്യാൻ കഴിയുന്നു. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പടച്ചവനോട് നന്ദി പറയാം. ഇങ്ങനൊരു നല്ല മനസ്സെന്ന് ആ രക്ഷിതാക്കളും എൻ്റെ രക്ഷിതാക്കളാണ് ഒക്കെ ഭാഗ്യവന്മാർ. ഇങ്ങനത്തെ 10 മക്കൾക്ക് ഒരു ജന്മം നൽകിയില്ലേ, ആ 10 മക്കൾ ഒരേമാതിരി പാവങ്ങളെ സഹായിക്കുന്ന ആൾക്കാരെ. അൽഹംദുലില്ലാഹ് പ്രശ്നം സ്വീകരിക്കട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ.